ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമുക്ക് ഇന്ന് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ, അധികം നേരമൊന്നും വേണ്ട. അതുമാത്രമല്ല, നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മാത്രം മതി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇട്ടേക്കണം, എങ്കിലേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത്ര സോഫ്റ്റാന്ന് നോക്കിയേ, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയെന്ന് പറയാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഏത്തപ്പഴമാണ്. ഞാനിവിടെ നല്ല വലിപ്പമുള്ള ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ നല്ല മീഡിയം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 1.5 എടുത്താൽ മതിയാവും. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന സമയമല്ലേ, അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവരുടെ വിശപ്പ് മാറാനായിട്ട് ഇങ്ങനെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിലേക്ക് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതം നട്ട്സും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ചെറുതായിട്ട് നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ നട്ട്സും ഏത്തപ്പഴമൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ തേങ്ങയുടെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വൈറ്റ് കളറിലിരിക്കുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം പൊടിച്ചതും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്താലും നല്ല രുചിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പം ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർക്കുക. ഞാനിവിടെ ഇവിടുത്തെ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്തിക്കുന്നത് ഇത്ര അളവൊന്നുമില്ല. ഒരു 1/2 കപ്പിൽ കൂടുതൽ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ശർക്കരപ്പാനി ആവശ്യമായിട്ട് വരും. ഇതിപ്പോൾ നന്നായിട്ട് ഉടയുന്ന പരുവായിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മാഷ് ചെയ്യേണ്ട, ജസ്റ്റ് അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയുടെ ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റവയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ലേശം ഉപ്പ്, ഒരു നുള്ള് ചേർത്താൽ മതിയാവും. നമുക്ക് ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ശർക്കരപ്പാനി, ഇതും ഞാൻ 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതിലേക്ക് ഒരു 1/4 കിലോ ശർക്കരയുടെ ആവശ്യം വന്നിട്ടുണ്ട് ഇത്ര ഉണ്ടാക്കുന്നതിൽ. എനിക്കിതിൽ നിന്ന് 4, എൻ്റെ മോൾഡിനനുസരിച്ച് 4 ഈ പലഹാരം 4 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇപ്പം നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സ്റ്റേജിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇതിനകത്ത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരണമെങ്കിൽ പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കുക. അപ്പോൾ ഈ ശർക്കര ചേർക്കുന്നതിന് ഒരു നല്ലൊരു കളറ് കാണും. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയെ ചേർക്കുന്നെങ്കിൽ ഫുഡ് കളറ് അല്ലെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടിയോ വല്ലതും അതിന് കളറിന് വേണ്ടി ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഈ ശർക്കര പാനിയും കൂടി ചേർത്ത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് ഒരു ബാറ്ററാക്കി, ഒരു ലൂസ് ബാറ്ററാക്കി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നമ്മളുടെ വീട്ടിലെ റവയുടെയും ഗോതമ്പ് പൊടിയുടെയും ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ട് വരും. അതുകൊണ്ട് ഇന്ന അളവെന്നൊന്നുമില്ല. ഞാനൊരു കൺസിസ്റ്റൻസി കാണിക്കും, ആ കൺസിസ്റ്റൻസി വരെ ആകാനേ ഉള്ളൂ. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് നീട്ടിയെടുക്കണം. ഇതായിട്ടില്ലേ, ഇങ്ങനെ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ദോശയ്ക്കൊക്കെ മാവ് നമ്മൾ ഒഴിച്ചെടുത്തില്ലേ, അതുപോലെ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ തയ്യാറാക്കിയ കൂട്ട് ഇതിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പിന്നെയും ടൈറ്റ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഫ്രീ ആയിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഞാനിതിലേക്ക് ശർക്കരപ്പാനി കൂടാതെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. അത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെയും നട്ട്സിൻ്റെ തേങ്ങയുടെയൊക്കെ ആ കൂട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഈ സോഡാപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. ഇനിയിപ്പോൾ സോഡാപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ലേശം കുറയുമെന്നേ ഉള്ളൂ, ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല. സോഡാപ്പൊടി ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എനിക്കിനി ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ ഇത്ര വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒഴിച്ച് വെക്കാനുള്ള മോൾഡുകൾ തയ്യാറാക്കാം. അപ്പം വീട്ടിൽ എന്ത് പാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ചെറിയ ചെറിയ കിണ്ണങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഈ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു വട്ടത്തിലുള്ളൊരു പ്ലേറ്റോ എന്ത് വേണേലും, ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറിയ ചെറിയ കറിയൊക്കെ വിളമ്പുന്ന ചെറിയ കിണ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ ഇത്തിരി നെയ്യൊക്കെ പൂശി അത് എല്ലാം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും പാത്രത്തിന് മുകളിൽ വരെ ഒഴിക്കരുത്, കാരണം ഇത് നന്നായിട്ട് പൊങ്ങും. അപ്പോൾ എപ്പോഴും പകുതി വരെ നിറയ്ക്കാവുള്ളൂ. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇഡ്ഡലി കുട്ടകത്തിലോ സ്റ്റീമറിലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ബാച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു ടൂത്ത് പിക്കോ വല്ലതും ഒന്ന് കുത്തി നോക്കിയിട്ട് ഇത് വെന്തോന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഞാനിവിടെ ടൂത്ത് പിക്കാണ് കുത്തി നോക്കുന്നത്. ഇതേ കണ്ടില്ലേ, ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതിൽ നിന്ന് വിട്ട് വരും കേട്ടോ. നമുക്ക് പാടുന്നില്ല, കയ്യിലോട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടിയാൽ മതി, അപ്പോഴേ ഇത് ഇറങ്ങി വരും അതിൽ നിന്ന്. ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റവയും കൂടി ഇട്ടുണ്ടാക്കിയപ്പോൾ എനിക്ക് ഇതുപോലത്തെ 4 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് കുടഞ്ഞാൽ മതി, അപ്പോഴേ നമുക്കിതിന് ഈസി ആയിട്ട് വിട്ട് കിട്ടും. ഒരു പാടുമില്ല ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നല്ല ഫ്ലഫിയാണ്, നല്ല സോഫ്റ്റാണ്. നമ്മൾ കേക്ക് കഴിക്കുന്ന പോലെ ആയിരിക്കുന്നത് കേട്ടോ. അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനോടാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് തേങ്ങയും നമ്മുടെ ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയൊക്കെ തന്നെയാണ്, മൈദയൊന്നും ഇതിൽ ചേരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മക്കളുടെ കാര്യം പറയേണ്ട, നമുക്കും ഇഷ്ടപ്പെടും. വൈകിട്ടത്തെ ചായക്കടിയായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയ ബെസ്റ്റ് ഹെൽത്തി ആയിട്ടൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ ഞാനിത് മുറിച്ച് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിതിനകത്ത് നട്ട്സ് എന്തോരം വെള്ളം ചേർക്കാം. ഞാനിവിടെ വളരെ കുറച്ച് അളവിലല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണേ നട്ട്സും ഈ മുന്തിരിയും ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം, എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് കണ്ടിട്ട് നല്ല സോഫ്റ്റാണ്. ഞാനിത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൂടെ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ.